ഇതാ കിടക്കണം. നീ എന്താ കളിക്കുക? അതെ, ഇവിടെ പൂങ്കാവനത്തിന്റെ കുറവുണ്ട്. റോസയും പിച്ചിയും മുല്ലയും മന്ദാരൊക്കെ ഉണ്ടെങ്കിലേ ഒരു പകിട്ടുണ്ടാവുള്ളൂ. ചെമ്പരത്തി വേണ്ടി അതെന്തിനാ ഇടക്കിടക്ക് നിനക്ക് ചെവിലി ചൂടി കളിക്കാൻ? വെറുതെ കടിപിടി കൂടാൻ വന്നാലുണ്ടല്ലോ മുണ്ടി ഞാൻ പൊക്കും പറഞ്ഞേക്കാം. ഇതെന്റെ രാജ്യത്തിന്റെ വീടാ, എനിക്ക് തോന്നിയത് ഞാൻ ഇവിടെ ചെയ്യും പറഞ്ഞ് തൂറി വെക്കല്ലേ. താൻ പോടോ, പണിയെടുക്കാമെന്ന പണിയെടുത്താൽ മതി. ഇല്ല മുണ്ടി ഒന്ന് മിണ്ടാതിരുന്നൂടെ? മിണ്ടാതിരിക്കാൻ നോട്ട് സ്മോക്കിംഗ് ഏരിയ ഒന്നല്ലല്ലോ. മൗത്ത് പബ്ലിസിറ്റിയുടെ പൗരന്റെ അവകാശമാണെന്ന് ഡൽഹിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം പറഞ്ഞിട്ടുണ്ട്. അടിച്ചിട്ടും അങ്ങനെ തീരണില്ല. ദിവാകരൻ ദുബായിലുള്ളപ്പോ തുടങ്ങിയ വീടല്ലേ ഇത്. അവസാനം മാഷ് വേണ്ടി വന്നു ഇത് തീർക്കാൻ. വലിപ്പം കൂടി പോയോന്നൊരു സംശയം. എന്തിന്റെ? വീടിന്റെ. അപ്പൊ താനൊരു കാര്യം ചെയ്യും, ഈ വീടിന്റെ പകുതി അടുത്ത് എടുത്തിട്ട് തന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പണി കുറഞ്ഞിട്ടല്ലോ. സൂര്യ, എന്താടാ? ദിവാകരനെ പോലീസ് പിടിച്ചോണ്ടുപോയി. എത്ര രൂപയുടെ ഇടപാടാ ഇയാൾ നിങ്ങൾ തമ്മില്? 25,000 രൂപ ആയിട്ട് 6 മാസമായി. പലിശ പോലും തരാതെ മുങ്ങി നടക്കാണ് സാർ. ഞങ്ങൾ ഇവനോട് വളരെ മാന്യമായ രീതിയിലാണ് സാർ പെരുമാറിയത്. പലിശ വേണ്ട, മുതൽ മാത്രം തന്നാ മതി എന്ന് പറഞ്ഞപ്പോ തരാൻ മനസ്സില്ല, കൈ കൊണ്ടെങ്കിൽ തല്ലി മേടിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ എന്താ സാർ ചെയ്യേണ്ടത്? മതി മതി, തനിക്ക് കാശ് ഇപ്പൊ കൊടുക്കാൻ പറ്റും? അത് വേണ്ട സാർ, ഇവനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. വേറെ ആരെങ്കിലും ഇതൊന്ന് ഏൽക്കണം, അല്ലെങ്കിൽ ഞാൻ തന്നോളാം. 2 ആഴ്ചത്തെ സാവകാശം. വരുന്ന 16-ാം തീയതി നിങ്ങളുടെ മുതൽ പലിശ സഹിതം ഞാൻ തിരിച്ചു തന്നോളാം. എന്താടോ പറഞ്ഞത് കേട്ടില്ലേ? മാഷെ ഞങ്ങൾക്ക് വിശ്വാസം. ഇനി ഇതിന്റെ പേരിൽ വഴിയിൽ വെച്ച് വല്ലതും ഉണ്ടായിന്ന് കേട്ടാ നിന്നെയൊക്കെ ചെല്ല്. ബുദ്ധിമുട്ടിച്ചിൽ ക്ഷമിക്കണം. ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട്? സാറൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നു. ഇദ്ദേഹത്തെ പോലുള്ള ഒരാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അതൊന്നും സാരമില്ല, ആവശ്യക്കാരൻ ഞാനല്ലേ. എടോ, ഈ മനുഷ്യന്റെ പേരില ഈ നാട് മുഴുവൻ അറിയപ്പെടുന്നത്. 24 മണിക്കൂറും വെള്ളമടിച്ച് ബോധമില്ലാതെ നടക്കുന്ന നിനക്ക് ഇദ്ദേഹത്തിന്റെ വില എന്താണെന്ന് അറിയില്ല. മഹാപാപാണോ താനി ചെയ്യുന്നത്? വേണ്ട, അങ്ങനെയൊന്നും പറയരുത്. മനുഷ്യനല്ലേ, തെറ്റാർക്കാ പറ്റാത്തത്. ഇവൻ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ? കണ്ണി കണ്ടവരോടൊക്കെ കാശ് കടം മേടിക്കുക, കള്ളും കുടിച്ച് കവലയിൽ ചെന്ന് തല്ലുണ്ടാക്കുക, ഒടുവിൽ പോലീസ് പിടിക്കുക. നമുക്കൊരു അന്തസ്സും അഭിമാനമൊക്കെ ഇല്ലേ? എന്നെ പൊക്കി പറയാൻ ധരിക്കരുത്. ഇന്നേ വരെ എന്നെ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പേരുദോഷം അച്ഛനോ ഈ തറവാടനുണ്ടായിട്ടുണ്ടോ? ബാറിന്റെ മുമ്പ് കൂടെ പോലും ഇതുവരെ ഞാൻ പോയിട്ടില്ല. അച്ഛനോട് ചോദിച്ചോക്ക്. അതെ അച്ഛാ, ബാർ എന്താണെന്ന് പോലും ഈ സുന്ദരേട്ടന് അറിയില്ല. ഇന്നലത്തെ സംഭവം അറിഞ്ഞതിന് ശേഷം ഞാനും സുന്ദരേട്ടന് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അവസാനം ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. നീ പറ. നിങ്ങൾ പറ. നീ പറ. എന്താന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് പറയേ. അല്ല, രാജിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. വേണമെന്ന് വെച്ചാൽ നല്ല ആലോചനകൾ ഇനിയും വരാം. പിന്നെ കുട്ടികളുടെ കാര്യം, ഞങ്ങൾക്ക് ഏതായാലും മക്കളില്ല. അവരെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. എന്താ ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമില്ല, നമുക്കൊരു ഡൈവേഴ്സിന് ശ്രമിച്ചാലോ? എന്താ? അല്ല, വിവാഹമോചനം. നിർത്തടാ. അവന്റെ സമയദോഷം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കരുതി എനിക്ക് നീയും അവനും ഒക്കെ ഒരുപോലെയാ. കൂട്ടത്തിൽ ഒരുത്തിനൊരു വീഴ്ച പറ്റിയ അവനെ അങ്ങ് ഉപേക്ഷിക്കുക? ഇതാണോ ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടുപിടിച്ച പോംവഴി? അല്ല, ഇടയ്ക്കിടയ്ക്ക് അവൻ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അച്ഛൻ അത് തീർക്കാൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോ എനിക്കിതൊന്നും വലിയ കഷ്ടപ്പാടായി തോന്നിയിട്ടില്ല. ഇനി ആണെങ്കിൽ തന്നെ നിങ്ങൾക്കെന്താ കുഴപ്പം? മേലിൽ ഇത്തരം സംസാരങ്ങൾ ഇവിടെ പാടില്ല, മനസ്സിലായില്ലേ? മഗരി ഗരി സദ ദിവാകരൻ,
അകത്തുണ്ട്. എന്താ എന്താ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? അത് ഒന്നുമില്ല. രാവും പകലും ഈ മുറിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങരുതോ? കുടിയും വലിയും ഒന്നും വേണ്ടെന്നല്ല അച്ഛൻ പറഞ്ഞത്. പക്ഷെ എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം. ഒരു കുടുംബം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോണമെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടായേ പറ്റൂ. നിന്നെ കുറ്റപ്പെടുത്തുക എന്ന് തോന്നരുത്. എത്ര നാളായി അവൾ ഈ കണ്ണീരും പ്രാർത്ഥനയായി കഴിയുന്നു. നാളെ നിന്റെ വീടിന്റെ പാലുകാച്ചല്ലേ? ഒക്കെ നോക്കി നടത്തേണ്ട നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? സൂര്യനെ കൊണ്ടെല്ലാം ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. നീ അവിടെ ചെല്ലണം, കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കി നടത്തണം. എല്ലാം നല്ലതിനാണെന്ന് മാത്രം വിചാരിക്കുക. അച്ഛാ, ഇത്രയൊക്കെ അപമാനപ്പെടുത്തിയിട്ടും വേദനിപ്പിച്ചിട്ടും എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ അച്ഛന് ഒന്നും മനഃപൂർവ്വമല്ലല്ലോ, സമയദോഷം കൊണ്ട് സംഭവിച്ചു പോന്നതല്ലേ. നന്നാവൂടോ. ആരും വിഷമിക്കുന്നത് അച്ഛൻ ഇഷ്ടമല്ല. എല്ലാം ശരിയാവും.